പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ലത് ക്യാരറ്റ്, കറിവേപ്പില, ജീരകം, നെല്ലിക്ക. ഉത്തരം നെല്ലിക്ക. നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചർമ്മ സംരക്ഷണത്തിന് ഉത്തമം ഒലിവെണ്ണ, കുങ്കുമപ്പൂവ്, ബ്രഹ്മിനീര്, വെളിച്ചെണ്ണ. ഉത്തരം കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് കരോട്ടിനോയിഡുകൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഇത് കോശങ്ങളെ നശിപ്പിക്കുന്നത് തടയുന്നു. ചർമ്മത്തിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കാനും മൃദുവാക്കാനും സഹായിക്കുന്നു. നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കും. മുഖക്കുരുവും ചർമ്മത്തിലെ പാടുകളും ചികിത്സിക്കാൻ സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാൻ ഉത്തമം ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, നെല്ലിക്ക. ഉത്തരം മഞ്ഞൾ. മഞ്ഞളിലെ കുർക്കുമിൻ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും. ഇത് സന്ധിവേദന, സന്ധിവാതം എന്നിവയുടെ ലക്ഷണങ്ങളെ ശമിപ്പിക്കുന്നു. ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമം മഞ്ഞൾ, കുരുമുളക്, ജീരകം, തിപ്പലി. ഉത്തരം തിപ്പലി. ചുമയും ജലദോഷവും കുറയ്ക്കാൻ തിപ്പലി സഹായിക്കും. കഫം പുറന്തള്ളാൻ സഹായിക്കുന്നതിലൂടെ ശ്വാസമെടുക്കാൻ എളുപ്പമാകുന്നു. ശരീരത്തിലെ വിഷമുക്തമാകലിന് ഉത്തമം ഏലയ്ക്ക, ജീരകം, കറുവപ്പട്ട, ത്രിഫല. ഉത്തരം ത്രിഫല. ശരീരത്തിലെ വിഷമുക്തമാക്കൽ ഗുണങ്ങൾക്ക് ത്രിഫല വ്യാപകമായി അറിയപ്പെടുന്നു. വൻകുടൽ ശുദ്ധീകരിക്കുകയും ദോഷകരമായ വസ്തുക്കൾ പുറന്തള്ളുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്തിലെ വിഷമുക്തമാക്കുന്നതിനുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയായി ഇത് അറിയപ്പെടുന്നു. ക്യാൻസർ സാധ്യത കുറയ്ക്കുന്ന ഭക്ഷണം കടലമാവ്, വേപ്പില, നെല്ലിക്കപ്പൊടി, കൃഷ്ണതുളസി. ഉത്തരം കടലമാവ്. കടലമാവ് ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായതിനാൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഫലപ്രദം വേപ്പില, നെല്ലിക്ക, കറിവേപ്പില, തേൻ. ഉത്തരം തേൻ. തേൻ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും. കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്താനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു. പ്രമേഹ നിയന്ത്രണത്തിന് നല്ലത് മുളക്, ക്യാരറ്റ്, മല്ലിയില, തക്കാളി. ഉത്തരം ക്യാരറ്റ്. പ്രമേഹമുള്ളവർക്ക് ക്യാരറ്റ് നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെയും പഞ്ചസാരയുടെയും അളവ് കുറവാണ്. നിശ്ചിത അളവിൽ പതിവായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലത് ആപ്പിൾ, തൈര്, തേൻ, ഈന്തപ്പഴം. ഉത്തരം ഈന്തപ്പഴം. ഈന്തപ്പഴത്തിലെ ആന്റി ഓക്സിഡന്റുകൾ സ്ട്രെസ് കുറയ്ക്കാനും ഓർമ്മശക്തി, പഠനം എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കും. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് ഉത്തമം എള്ളെണ്ണ, വെളിച്ചെണ്ണ, വെണ്ണ, കടുകെണ്ണ. ഉത്തരം വെണ്ണ. വെണ്ണയിൽ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഉത്തമമാണ്. ക്ഷീണത്തെ ചെറുക്കാൻ ഉത്തമം ബനാന മിൽക്ക് ഷേക്ക്, കരിമ്പിൻ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. ഉത്തരം ബനാന മിൽക്ക് ഷേക്ക്. ക്ഷീണത്തെ ചെറുക്കാനും ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം ലഭിക്കുവാനും ബനാന മിൽക്ക് ഷേക്ക് നല്ലതാണ്. ഇതിൽ ഉയർന്ന പോഷക മൂല്യമുണ്ട്. ഇത് ശരീരം തണുപ്പിക്കുകയും പോഷകങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം ലഘൂകരിച്ച് മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. കരൾ രോഗങ്ങൾക്കുള്ള ആയുർവേദ പ്രതിവിധി കറിവേപ്പില, വേപ്പില, ബ്രഹ്മിനീര്, കീഴാർനെല്ലി. ഉത്തരം കീഴാർനെല്ലി. മഞ്ഞപ്പിത്തത്തിനുള്ള പരമ്പരാഗത ആയുർവേദ പച്ചമരുന്നാണ് കീഴാർനെല്ലി. ഇത് കരൾ എൻസൈമുകളെ സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്നു. കരളിലെ അണുബാധയെ ചെറുക്കാനും സഹായകരമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗ്രാമ്പു, പുതിനയില, കായം, കാഞ്ചനാരം. ഉത്തരം പുതിനയില.
ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കാനും ദഹനപ്രക്രിയ വേഗത്തിലാക്കാനും പുതിനയില സഹായിക്കുന്നു. ഇത് ഗ്യാസ്, ദഹനക്കേട്, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വാർദ്ധക്യത്തിലെ ക്ഷീണത്തിന് ഉത്തമം. അമുക്കുരം, ഏലയ്ക്ക, ഗ്രാമ്പ്, ജാതിക്ക. ഉത്തരം അമുക്കുരം. അമുക്കുരം ഹൃദയത്തെയും നാഡികളെയും തലച്ചോറിനെയും ഉത്തേജിപ്പിക്കുന്നു. ഇത് രോഗാണുക്കളെയും നശിപ്പിക്കുന്നു. അമുക്കുരത്തിന് ശരീരത്തിലെ നീരും വേദനയും അകറ്റുവാനുള്ള ഗുണമുണ്ട്. സന്ധിവാതം തുടങ്ങിയ വയോജന പ്രശ്നങ്ങൾ അകറ്റാൻ ഇത് ഉപയോഗപ്രദമാണ്. കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഉത്തമം. ഉണക്കമുന്തിരി, നിലക്കടല, കശുവണ്ടി, ബദാം. ഉത്തരം കശുവണ്ടി. പഠനത്തിൽ മന്ദതയുള്ള കുട്ടികൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്നു. കശുവണ്ടി പരിപ്പ് നെയ്യിൽ വറുത്തെടുത്ത് ഇത് നന്നായി പൊടിച്ച് അല്പം തേനോ ശർക്കരയോ ചേർത്ത് കഴിക്കുക. ആരോഗ്യകരമായി ശരീരം ഭാരം വർദ്ധിപ്പിക്കാൻ ഉത്തമം. ഇരട്ടി മധുരം, ചുവന്നുള്ളി, കശുവണ്ടി, കീഴാർനെല്ലി. ഉത്തരം കശുവണ്ടി. 50 ഗ്രാം കശുവണ്ടി പരിപ്പും 100 ഗ്രാം വറുത്ത നിലക്കടലയും നന്നായി പൊടിച്ചെടുക്കുക. ദിവസവും രാവിലെ ഇത് 10 to 15 ഗ്രാം അളവിൽ പാലിനൊപ്പം കഴിച്ചാൽ 20 ദിവസത്തിനുള്ളിൽ ശരീരഭാരം ഗണ്യമായി വർദ്ധിക്കും. അമിതവണ്ണം, കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ ശമിപ്പിക്കാൻ നല്ലത്. ഫ്ലാക്സീഡ്, ഗ്രാമ്പു, ഉലുവ, ജീരകം. ഉത്തരം ഫ്ലാക്സീഡ്. ഉയർന്ന കൊളസ്ട്രോൾ, രക്തത്തിലെ അമിത പഞ്ചസാര തുടങ്ങിയവയ്ക്ക് ഏറ്റവും നല്ലതാണ് ഫ്ലാക്സീഡ്. ഇത് രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യുന്നു. ഇതിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനും പേശികളുടെ പോഷണത്തിനും സഹായിക്കുന്നു. തിളങ്ങുന്ന മുഖത്തിനുത്തമം. ബദാം, ഗ്രാമ്പ്, ഏലയ്ക്ക, ജീരകം. ഉത്തരം ബദാം. ബദാം പൊടി അല്പം പാലിലോ വെള്ളത്തിലോ ചേർത്ത് പേസ്റ്റാക്കി ഇത് ഫേസ് സ്ക്രബായി ഉപയോഗിക്കാം. മുഖത്തെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് മുഖത്തിന് നല്ല തിളക്കം നൽകുന്നു. മുടി വളർച്ചയ്ക്ക് നല്ലത്. വെളിച്ചെണ്ണ, നല്ലെണ്ണ, എള്ളെണ്ണ, ബദാം ഓയിൽ. ഉത്തരം ബദാം ഓയിൽ. ശുദ്ധമായ ബദാം എണ്ണ തലയിൽ പുരട്ടുന്നത് കട്ടിയുള്ളതും ആരോഗ്യമുള്ളതുമായ മുടി ലഭിക്കാൻ സഹായിക്കുന്നു. ഇത് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു. യാത്രയിലുണ്ടാകുന്ന ഛർദിക്ക് നല്ലത്. ചുക്ക്, ഗ്രാമ്പ്, തുളസി, ഏലയ്ക്കാപ്പൊടി. ഉത്തരം ഏലയ്ക്കാപ്പൊടി. ഏലയ്ക്കാപ്പൊടി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് യാത്രയിലുണ്ടാകുന്ന ഛർദി ഒഴിവാക്കാൻ സഹായിക്കുന്നു.